വെൽക്കം ബാക്ക് ടു steppush.com യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ എന്താണ് പറയാൻ പോകുന്നത്, ഏതാണ് വീഡിയോ, എങ്ങനെയാണ് വീഡിയോ? നമ്മള് ഇപ്പൊ ചെയ്യാൻ പോണ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടങ് ട്വിസ്റ്റ് ആണ്. ടങ് ട്വിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് ഒരു പാത്രത്തില്, ഒരു ബൗളില് ഞങ്ങള് കുറച്ച് സംഭവങ്ങൾ എഴുതിയിട്ട് ഇട്ടിട്ടുണ്ട്. ഈ സംഭവങ്ങള് എങ്ങനെ വെച്ച് കഴിഞ്ഞാല് കേട്ടാ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിന്റെ മലയാളാണ് നാക്കുളുക്കി. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും നാക്കുളുക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെയാണ് ഇതിന്റെ ഒരു കിടപ്പ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ സംഭവം അത് തുറന്നിട്ട് നമ്മള് വായിക്കുമ്പോ അതില് ഭയങ്കര കട്ടിയും കനവുമുള്ള ഓരോരോ വേർഡുകളാവും. ആ വേർഡുകൾ വായിക്കുമ്പോ എന്തായാലും നാക്കുളുക്കും. അപ്പൊ അത് അങ്ങനത്തെ വേർഡുകള്, ആ കിട്ടിയ വേർഡ് 3 പ്രാവശ്യം ഫാസ്റ്റില് പറഞ്ഞു തീർക്കണം. അപ്പോഴാണ് നമ്മൾ വിന്നറാവുക. അങ്ങനെ ഒരു 10-12 എണ്ണം ഉണ്ടാവും. 11 ക്വസ്റ്റ്യൻസ്, 11 ടങ് ട്വിസ്റ്റ് ഇതുകളുണ്ട്. അതാണ് നമ്മള് ചെയ്യാൻ പോണത്. അപ്പോ വീഡിയോയിലേക്ക് പോകാം. അതോ ഇതാണ് നമ്മളെ ആ പറഞ്ഞ മസാല. ഇത് നല്ല എരിവാവും. അപ്പോ നമ്മളെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോ ആരാണ് ഫസ്റ്റ് കുളിക്കണേ ബേബിയെ? എന്നാ ഓക്കെ, ഞാൻ തന്നെ ആദ്യം നാക്ക് കുളിക്കാൻ പറ്റുമോ നോക്കട്ടെ. നാവോ? അങ്ങനെയല്ല, ഇങ്ങനെ പൊത്തി പിടിച്ചിട്ട് കുളിക്ക്. ഇവർക്കൊന്നും അറിയില്ല ഗൈസ്. ഇത് സിമ്പിൾ. ഇത് പണ്ട് ഞങ്ങള് മറ്റേ സിമ്പിൾ ആയിട്ട് ഞങ്ങളിങ്ങനെ വളവളവളാന്ന് പറഞ്ഞ സംഭവങ്ങളില് പെട്ട ഒന്നാണ്. 10 തത്ത ചത്തു, ചത്ത തത്ത 10 പച്ച. അത് 10. ആ മുന്നത്തെ 10ആണ് ബാക്ക് വന്നത്. എങ്ങനെയാണല്ലോ പെട്ടെന്ന് പറയുമ്പോ അങ്ങനെയൊക്കെ വരും. 10 തത്ത ചത്തു, ചത്ത തത്ത 10. 10 തത്ത ചത്തു, 10 തത്ത ചത്തു, ചത്ത തത്ത 10 പച്ച. ഇത് കാണുന്ന മാതിരിയല്ല ഗൈസ്. ആകെ തത്തകളും ഇതും തന്നെ ഉള്ളൂ. പക്ഷെ പറയുമ്പോഴാണ് ജളവളവളവള ആവുന്നത്. അപ്പൊ ഞാന് ഫസ്റ്റത്തേൽ തന്നെ ഞാനാണ് പൊട്ടിയത്. എനിക്ക് നല്ല സങ്കടമുണ്ട്. എന്തായാലും ഓളെ പൊട്ടിക്കാനുള്ള അൽ ഗുന്ദ്രാഭിമന്ത്രം ഞാന് പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ വീഡിയോയിലല്ലേ? നെട്ടൂരാനോടാണോടാ കളി? നെട്ടൂരാനോടാണോടാ കളി? ഓക്കെ, നെട്ടൂരാനോടാണോടാ കളി. ഒച്ചത്ത് പറ, ഒച്ചയില് പറ. നെട്ടൂരാനോടാണോടാ കളി? നെട്ടൂരാനോടാണോടാ കളി? ഓക്കെ, താങ്കൾ വിന്നറായിരിക്കുന്നു. ഓക്കെ, നെട്ടൂരാനോടാണോടാ കളി. ഇതെന്താ വെച്ച് കഴിഞ്ഞാല് സാധകത്തിന്റെ ഉസാറാണ്. എന്തൊക്കെയായാലും ഇതൊക്കെ സിമ്പിളാണ്. നമ്മക്ക് കിട്ടുന്ന ഭയങ്കര ടൈറ്റ് ആണ് ഗൈസ്. അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. എടുക്കണേല് ശ്രദ്ധിക്കാം. അത് ഇവിടെ കള്ളി പൊളിഞ്ഞിട്ടോ. ഇനി ഞാൻ എടുത്തുതരാം. അത് എടുത്തായി പിന്നെ നടക്കൂല. നോക്കിയെടുക്കാൻ ഗൈസ്, സത്യം. എന്നാ ഇനി കുളിക്കേ. ഞാനാണ് ഇനി എടുക്കാൻ നിക്ക. അവള് അങ്ങനെയല്ല, ഇങ്ങനെ പൊത്തി പിടിച്ച് കുളിക്കേ, എന്നാലുള്ള നേരെ കുലുങ്ങ. തട്ടിപ്പാണ് കേസ്. ത്രിവിക്രമന്റെ അതിക്രമം. ഇവിടുത്തെ എഴുതുമ്പോ ഒക്കെ പഠിച്ചു വെച്ചുകൂടെ തോന്നുന്നുണ്ട് കേസ്. ത്രിവിക്രമന്റെ അതിക്രമങ്ങൾ.
ഇതൊക്കെ കാര്യം തന്നെ അറിയാം. ഇത് എനിക്കും അറിയാലോ. ഇത് ഞാൻ സിമ്പിൾ ആയിട്ട് പറയും. ത്രിവിക്രമന്റെ ഇതൊക്കെ ത്രിവിക്രമന്റെ എങ്ങനെയായിരുന്നു ഇതില് ത്രീ ഇല്ല. പക്ഷെ പറയുമ്പോ ഇങ്ങനെയാണ് ത്രിവിക്രമന്റെ അതിക്രമങ്ങൾ. ഇതാണ് ലാസ്റ്റ് ടൈമിലാണ് ഇന്റെ ഇങ്ങനെ ഭ്രാന്ത് തന്നെയുണ്ട്. ഞാൻ ഓൾക്കിട്ടൊരു പണി കൊടുക്കുന്നത്. അടുത്ത മന്ത്രം ഇത് ശാസ്ത്രീയ ഗുന്ദ്രാന്തര മന്ത്രം. ആന്ധ്രയില് കൊറേ കൂടുതലാട്ടോ. ഉപ്പും മുളകും പഞ്ചസാരയും. ഇതെങ്ങനെയാണ് സൈക്കിൾ റാലി പോലെ ഒരു റോഡ് റാലി. ഇത് സിമ്പിളാണ് ഓൾക്ക്. ഈ ബേബി എപ്പോഴും അങ്ങനെ തന്നെയാണ്. പറയുമ്പോ പറയും ഇത് ഭയങ്കര റിസ്ക് ആണ്, ഇത് ഞാൻ എങ്ങനെ പറയുന്നൊക്കെ പറയും. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാല് ബേബിക്ക് സിമ്പിളാ, എല്ലാം സിമ്പിളാ. ഞാൻ പറഞ്ഞുതരാം. സൈക്കിൾ റാലി പോലെ ഒരു റോഡ് റാലി. സൈക്കിൾ റാലി പോലെ ഒരു റോഡ് റാലി. റാലി പോലെ റോറി റാലി അല്ല കേട്ടോ, ലോറി റാലിയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ആയി പോണു. ഇതിലതിന് ഇത് ഇവള് പറഞ്ഞ അത്ര റാ ഒന്നും ഇല്ലട്ടോ. ഇതിലാകെ എത്ര റാ ഉണ്ട്? 1 2 3 റാ ഉള്ളൂ. ഇവള് പറയുന്നതിലൊക്കെ റാ ആയിരുന്നു. ഒക്കെ റാ ആയിരുന്നു. അതിനത് പറയാൻ നിൽക്കണ്ടെന്ന് എന്താ സൈക്കിൾ റാലി പോലെ ലോറിയിലാ. ഞാനേ ഇത് അതിന്റെ മുന്നേ എടുക്കാൻ പറഞ്ഞ അത് എടുത്തിട്ട് എന്റെ നാവ് ഉളുക്കിയതാണ് പ്രശ്നമായത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ വള്ളം മരി എന്നാണ് പറഞ്ഞിരുന്നു. വളവള നല്ല കിട്ടണേ അച്ഛനെ. ഇതൊക്കെ ഉരുള. ഞാൻ കൊറച്ച് കിടന്ന് ഉരുളും. ഉരുളിയിലൊരു ഉരുള. സംഭവം ശരിയാണ്, ഇത്രേ ഉള്ളൂ. പക്ഷെ ഇത് 3 വട്ടം പറയുമ്പോഴാണ് ഉരുളിയിലൊരുള്ള ഉരുളി മാറ്റാരായിക്കണു കഴിച്ചു. ഉരുളിയിലൊരുള്ള ശരിയാണല്ലോ. ഞാൻ 6 വട്ടം പറഞ്ഞു. സോറി ഗൈസ്, എനിക്കത് പറയാൻ പറ്റൂല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ പറയുമ്പോ ഇത് വായിക്കുമ്പോ അത്ര വലിയ സംഭവമുള്ള കാര്യമൊന്നുമല്ല. ഉരുളിയിലൊരു ഉരുളാന്ന് ഇപ്പൊ എന്താ പറയാ. പക്ഷെ ഇത് 3 വട്ടം വരുമ്പോ ആകെ നാവൊക്കെ പാടാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊളത്തി പിടിക്കും. നല്ല നാവ് ഞാൻ പേജെടുക്കും ഒരു കാട്ടിക്കും. ഇവൾക്ക് അഹങ്കാരം കൂടാതാണ്. അതുകൊണ്ടേ ഇവൾക്ക് കുറച്ച് കട്ടിയും കാനല്ലേ കിട്ടണം. ഒന്നെടുക്കേ ഇതൊക്കെ എടുക്കണതേ. സമാധാനായി ഗൈസ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അതുകൊണ്ടാണ് എനിക്ക് സമാധാനായത്. ഇനിയെങ്കിലും ഓളെ നാവ് ഉളുക്കണം. അരുത് കുതിരെ അതിരയിലുള്ള മുതിര തിന്നരുത്. അരുത് കുതിര അതിരയിലുള്ള മുതിര തിന്നരുത് കുതിര. അരുത് കുതിര അതിരയിലുള്ള മുതിര തിന്നരുത് കുതിര. അരുത് കുതിര അതിരയിലുള്ള മുതിര തിന്നരുത് കുതിര. ഞാൻ പോവാണ്. ഞാൻ ഇങ്ങനെ പോകും ഗൈസ്. എനിക്ക് വേണ്ടിട്ട് വലിയ വാക്കുകളൊക്കെ അടുത്തത്. എന്നാ ഞാൻ എടുക്കും. ശരിയായില്ല ഗൈസ്. ഇവള് കണ്ടുപിടിക്കാണ്. എല്ലാ പ്ലാനിങ്ങും പാളിക്കൊണ്ടിരിക്കുകയാണ്. ആ പേര് മാണി, പണി മണ്ണുമണി തന്നെയാണ് ഗൈസ്. സത്യം പേര് മണി, മണി മണ്ണുമണി, മണി മണ്ണുമണി, മണി മണി. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് ആകെ ഒരു മണി കൊണ്ട് അടിയാവും ഇവിടെ. ഇത് ഞാൻ എന്തായാലും പറയാൻ നിൽക്കാം കേട്ടോ. ഇത് ഞാൻ 2 കൽപ്പിച്ചിട്ടാണ് പറയുന്നത്.
ചിലപ്പോ ഇങ്ങനെ വട വരും. അപ്പൊ നിങ്ങള് ഞെട്ടുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പൊ ഞെട്ടുമ്പോ ഫോണൊക്കെ മുറുക്കി പിടിച്ചോളൂ. പേര് മണി മണി പണ്ട് മണി മണി പേര് മണി പണി പണ്ട് മണി പേര് മണി പണി പണ്ട് മണി. സിമ്പിള്. ഞാൻ ജയിച്ചിട്ടോ ഇതില്? ഒന്നിലേലും ഞാൻ ജയിച്ചിട്ട്. എന്താണ് ഒറ്റ ജയിക്കട്ടെ. ഇതൊക്കെ സ്കൂളിൽ നിന്ന് വെച്ചോണ്ട് എനിക്ക് ഇതൊക്കെ അറിയണത്. അല്ല ഞാൻ നോക്കിട്ടൊന്നല്ല. നോക്കണ്ട് ഗൈസ്. ഇല്ലട്ടോ തലാടിക്കാം നിങ്ങളൊക്കെ തലാടി. കുരുമുളക് പൊടി ഒരു പിടി വിതറി വിടും. അത് വിടും. കുരുമുളക് പൊടി ഒരു അത് വിടും. പറയട്ടെ പോട്ടെ. കുരുമുളക് പൊടി അരുതി പിടിയുന്നു. പിടിക്കാനൊക്കെ പഠിക്കുന്നു. ഇതിന് കാക്കന്നെ ജയിച്ചാണ്ടാവും. കുരുമുളക് പൊടി ഒരു പിടി വിതറി വിടും. കുരുമുളക് പൊടി എത്ര അനക്ക് സ്പെഷ്യൽ ഓഫറാണ്, വേറെ ആർക്കും കൊടുക്കാത്ത ഓഫർ മതി. 3 എല്ലാവർക്കും എന്നിട്ട് വേണം എനിക്ക് ഓഫർ. ഞാൻ അടുത്തല്ലേ ഇതൊക്കെ സിമ്പിൾ. ഞാൻ ഉറങ്ങിയിട്ട് നൈസായിട്ട് മുങ്ങാൻ വിചാരിച്ചാണ്, നടന്നില്ല. ഒരളിയിലെ മുരളി കളരി പഠിച്ചു. ഇക്ക് ചിരിച്ചാ കൊറേ ഉണ്ടാവും. ഒരളിയിലെ മുരളി കരളി കരളി പഠിച്ചു കളരി പഠിച്ചു അവിടെ ആളും തോന്നുന്നുണ്ട്. ഒരളിയിലെ മുരളി കളരി പഠിച്ചു. ഒരളിയിലെ മുരളി കളരി പഠിച്ചു. ഒരളിയിലെ ഇത് ഒരളിയിലെ മുരളി കരളി. ഇത് ഞാനേ നേരങ്ങത്തിലൊന്ന് വായിച്ചു തരാം. നിങ്ങൾക്ക് നേരങ്ങത്ത് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഒരളിയിലെ മുരളി കളരി പഠിച്ചു. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കരളിയാവും, പിന്നെ മുരളി ചിലപ്പെങ്കിൽ ഒരളിയാവും, ഒക്കെ അങ്ങനെ പല പ്രശ്നങ്ങളും വരും. വെറുതെ എന്തിനാ ഞാനായിട്ട് ഓരോന്നുണ്ടാക്കാൻ നിൽക്കുക. അപ്പൊ കഴിച്ച അതാണ്, അത് എനിക്ക് അറിഞ്ഞില്ല. അതാണ് അല്ലേ? ഞാനല്ലേ എന്ത് ജയിച്ചത്? ജയിക്കാനൊന്നും ടൈമായിട്ടില്ല കേട്ടോ. അങ്ങനെ ജയിക്കല് തോൽക്കലൊന്നുമില്ല. ഇതെന്താ വെച്ച് കഴിഞ്ഞാല് ബേബി നാക്ക് പഠിക്കലില്ല, അതാണ് അവളെ പ്രശ്നം. ഞാൻ പറഞ്ഞ നാക്ക് പഠിച്ചിട്ട് ഇങ്ങനെ നൈഷൊക്കെ വെച്ചോണ്ട് ഞാൻ എനിക്ക് സിമ്പിളായിട്ട് എല്ലാം പറയാൻ കിട്ടും. കഴിച്ചു എന്റെ വീഡിയോ കണ്ടാ മനസ്സിലാവൂല ഇതിലാരാ. എന്ത് ബേബി എന്തിങ്ങനെ? എനക്ക് കൊറേ ആരാധകരൊക്കെ ഉണ്ട്, പക്ഷെ ഇജ്ജെന്ത് ഇങ്ങനെ? ഇതാണ് ബേബി, ഒറിജിനൽ ബേബി. വള പൊട്ടത്തരല്ലാതെ തൊള്ളേന്ന് പറ. എന്താ അടുത്ത്? ചത്ത തച്ചത്തി ഒരു തടിച്ച് ഇതില് ഇതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതില് താ കൊറേ ഉണ്ട്, അതുകൊണ്ട് താ അങ്ങനെ കേറി വരും. എന്തായാലും ഇജ്ജ് പറഞ്ഞോ, അന്റെ ഓള് പറയണോ ആരോള് പറഞ്ഞോട്ടെ. പറഞ്ഞോ. ഇതൊന്നും അതിലില്ലല്ലോ. അച്ഛനെ തച്ചോന്നോളെ ഒറ്റടിക്ക്. കുറച്ച് വെള്ളം കൊടുക്കുമെങ്കിലും ചെയ്തുകൂടായിരുന്നില്ലേ? ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ നല്ല രീതിക്ക് പറഞ്ഞുതരാം. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ കുറച്ച് മുന്നേ ഒന്ന് പറഞ്ഞില്ലേ, അതേപോലെ തച്ചൻ ചത്ത. തച്ചൻ ചത്ത തടിച്ചി തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി. ഇതെന്തെങ്ങനെ? നിങ്ങൾ നല്ല മൈന്യൂട്ടായിട്ട് നോക്കിയിട്ട് വേണം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എടുക്കാന്. അല്ലെങ്കിൽ എന്താറോ ആകെ പാളിപ്പോവും. കാരണം ഞങ്ങള് പറഞ്ഞേന്ന് നിങ്ങൾക്ക് വായിക്കാൻ വായിച്ചതാ കണ്ടില്ലേ? കുറച്ച് നിങ്ങൾ കണ്ടുപോണെന്ന് അറിയില്ല. അതാ ഫോക്കസിങ് കിട്ടുമെന്ന് അറിയില്ല. നമ്മളെ നോയിസ് പ്ലേ. ഓക്കെ, ഇതാണ് സംഭവം.
നിഞ്ഞിജല്ലേ ഉറങ്ങണ്ട നീ ഇത് എടുക്ക്. നല്ലോണം ഉറക്കം വരുന്നുണ്ട്. ഇന്നലെ 12 മണി കഴിഞ്ഞു പോണു ഉറങ്ങി. 12 മണിയല്ല, 1 മണി കഴിഞ്ഞു പോണു. 2 മണിയായിട്ടായിരിക്കും ഉറങ്ങി. കുഞ്ഞാക്കാക്കുന്റെ അടുത്തേക്ക് പോയിക്കഴിയുന്നു. ഇത് നല്ലൊരു പാരയായി മാറി. വലിയ എഴുത്ത് നോക്കി ഇട്ടത്. കണ്ണൊക്കെ മഞ്ഞളിക്കുന്നുണ്ട് ഗൈസ്. എന്താണ്? അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ ചാടി. കുണ്ടിൽ വീണു. വീണുന്നാണ് പറയണ്ട, കുണ്ടിൽ ചാടി ചാടി ഊണുന്നൊക്കെ ഒരേ മാതിരി തന്നെയാണ്. അല്ല പിന്നെ നമ്മൾ 15 ആൾക്കാരാണ്. ഇജ്ജ് കൊജ്ജ് പജ്ജ് മജ്ജത്ത്. അപ്പൊ അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ ചാടി. ഇതാണ് ഈ ബേബി ഇങ്ങനെ തന്നെയാണ് ഗൈസ്. അല്ലാതെ പറയില്ല. ഞാൻ ഡീസന്റും ഡീസന്റ് തന്നെയാണ്. ഞാനേ ഇത് നേരങ്ങത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവണ ഭാഷയിൽ പറഞ്ഞുതരാം. അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴുകുമ്പോൾ അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു ചാടി. എന്ത് കാണിച്ചാലും പറയാം. വേണ്ടേ? മതി മതി. ഉറക്കം വരുന്നുണ്ട് ഗൈസ്. ഉറക്കം കഴിഞ്ഞിട്ടില്ല. നന്നായി. വേഗം കുട്ടിയപ്പച്ച. കുട്ടിയപ്പച്ചനല്ല, കുട്ടപ്പച്ചൻ അല്ല. ഇത് കുട്ടിച്ചാത്തന്റെ പുതിയൊരു വേർഷനാണ് കുട്ടപ്പച്ചൻ. കുട്ടിച്ചാത്തന് കുട്ടിയപ്പച്ചന് എങ്ങനെ ഉണ്ട് നോക്കിയാ നമുക്ക്. കുട്ടപ്പൻ കുപ്പി തപ്പി തട്ടാൻ തപ്പി കുപ്പി. കുട്ടപ്പനല്ലേ ഞാൻ പറഞ്ഞപ്പോ കുറച്ച് മുന്നേ അല്ലേ? എന്നാലും ഇത് കുട്ടപ്പജി കുറച്ച് കേക്കണോ? എന്താണ്? കുട്ടപ്പൻ കുപ്പി തപ്പി തട്ടാൻ തപ്പി കുപ്പി. ഇത് ചിലപ്പോ ഞാൻ സ്പീഡ് പറയുമ്പേ ഞാൻ ആകെ തുപ്പി. എന്റെ ക്യാമറ നസാക്കാന്ന് കേട്ടോ. അല്ല ഗൈസ്. പറഞ്ഞോ. കുട്ടപ്പൻ തപ്പി കുപ്പി തപ്പി. അല്ല കുട്ടപ്പൻ മുന്നേ അത് വേണ്ട. കുട്ടപ്പൻ കുപ്പി തപ്പി തട്ടാൻ തപ്പി കുപ്പി. കുട്ടപ്പൻ കുപ്പി തപ്പിയില്ല. തുപ്പി തുപ്പി. കുട്ടപ്പൻ കുപ്പി തപ്പി തട്ടാൻ തപ്പി കുപ്പി. കുട്ടപ്പൻ കുപ്പി തപ്പി തട്ടാൻ തപ്പി കുപ്പി. ആകെ മിസ്റ്റേക്ക് വരുന്നുണ്ട്. സാരല്ല, അടുത്ത പ്രാവശ്യം നോക്കാലോ. ഞാൻ പോയി ഗൈസ്. ഇവിടെ ഒരാള് വന്നിട്ടുണ്ട്. നമ്മളെ ഫാറൂഖ് എത്തിയിട്ടുണ്ട്. ഫാറൂഖ് ഗസാരി. അപ്പൊ ഞാൻ ഫാറൂഖിനെ ഞാൻ വീഡിയോന്റെ ലാസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് ഇന്റെ കേട്ടോ. ഞാൻ ലാസ്റ്റ് ഇത് കുലുക്കൊന്നും വേണ്ടല്ലോ. ഞങ്ങൾക്ക് നിർബന്ധം ഉണ്ടോ? കുലുക്കിക്കോ. എന്തേലും കഥ ഉണ്ടോ ഗൈസ്? കുലിക്കും അത്ര. ഞാൻ പറഞ്ഞ ഗൈസ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ റെഡ് ബൾബ് ബ്ലൂ ബ്ലഡ്. ഇതുവരെ ഈ പ്രശ്നം ഉണ്ടാവുന്നില്ലല്ലോ. ആ ബൾബ് കറക്റ്റ് കിട്ടുന്നില്ല. റെഡ് ബൾബ് ബ്ലൂ ബൾബ്. അതന്നെയല്ലേ? അതന്നെയാണ് ഗൈസ്. മാറിയാലെന്താ ഫാറൂഖ്? ഒരു കുഴപ്പമില്ല. ട്രൗസർ ഇട്ട് വെച്ചിട്ട് എന്താടാ?
നമ്മള് യോയോ പാർട്ടികളല്ലേ. അപ്പൊ ഗൈസ് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ അടിച്ച് കുത്തി പൊട്ടിച്ചോളി. അങ്ങോട്ട് ബേബിന്റെ ക്യാമറ വേണ്ട, ആ കുത്തി പൊട്ടിച്ചാലൊന്നും വേണ്ട, നൈസായിട്ടൊന്ന് ഞെക്കി പൊട്ടിച്ചേക്ക്. പിന്നെ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റില് ഒന്ന് ഒരു കമന്റ് ഇട്ടിട്ട് ഞങ്ങളത് അറിയിക്കേണ്ടതാണ്. നമ്മളെ ഫാറൂഖിനെ ഒന്ന് കണ്ടിട്ട് വരാം. ഫാറൂഖ് എനക്ക് എന്താ പറയാ, ലിജിന്റെ വീഡിയോസ് ഒക്കെ കാണല്ലേ? എല്ലാം കാണല്ലേ? ഓക്കെ. അപ്പൊ എനക്ക് എന്താ പറയല്ലേ വീഡിയോനെ കുറിച്ചിട്ട്? എന്താ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. നല്ല അഭിപ്രായമാണ്. ഓക്കെ. വീഡിയോ ഇപ്പൊ എല്ലാ വീഡിയോകളും കണ്ടിട്ട് നമ്മളെ സുഫാൻ കാക്കു എല്ലാ വീഡിയോകളും കണ്ടിട്ട് എല്ലാവരും നമ്മളെ വീഡിയോയിലേക്ക് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അതാണ്. അത് നമ്മളെ വീഡിയോ എല്ലാരും സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാം ചെയ്യണം. അപ്പൊ ഫാറൂഖേ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഇജിപ്പോ വന്നിട്ടുള്ളൂ? ഓക്കെ. ചാടിച്ചോ? ചാടിച്ചു. ഓക്കെ. ജി അക്കോറിയൊക്കെ കണ്ടോ? അപ്പോ ഗൈസ് അടുത്ത വീഡിയോ എന്താണ് എല്ലാ വീഡിയോ കാണാത്തവരുണ്ടല്ലോ എന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിന്റെ മുന്നത്തെ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാന്നാണ് ബേബിക്കുട്ടി പറഞ്ഞത്. അപ്പൊ ഫാറൂഖ് ഒരു ബൈ ബൈ കൊടുക്കൂ, ഒരു ഹായ് കൊടുക്കൂ. ബൈ ബൈ. ഓക്കെ.